ശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത ഒട്ടനവധി രഹസ്യങ്ങൾ നമ്മുടെ ഒരു പ്രപഞ്ചത്തിലുണ്ട്. പക്ഷേ ശാസ്ത്രം പുരോഗതി പ്രാപിക്കുമ്പോൾ അത്തരത്തിലുള്ള പല വലിയ രഹസ്യങ്ങളുടെയും ചുരുളുകൾ അഴിയാറുണ്ട്. അത്തരം ചില രഹസ്യങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ തനിയെ നീങ്ങുന്ന വലിയ വലിയ പാറക്കല്ലുകളുടെ രഹസ്യങ്ങളും ആകാശത്തിൽ നിന്നും പെയ്തുകൊണ്ടിരിക്കുന്ന മീൻ മഴയുടെ രഹസ്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലു ഹിയർ. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് സ്പോണ്ടേനിയസ് ഹ്യൂമൻ കമ്പഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇറ്റലിക്കാരിയായിട്ടുള്ള കൊർണേലിയ ബാൻഡി എന്ന് പറയുന്ന സ്ത്രീ പതിവ് പോലെ തന്നെ തൻ്റെ വേലക്കാരിയോട് ഒട്ടനവധി സമയം സംസാരിച്ച് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോയതായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ തന്നെ ഇവർ എണീറ്റ് വരുന്ന സമയത്തൊന്നും തന്നെ ഇവരെ കാണുന്നില്ല, ഇവർ എഴുന്നേറ്റ് വരുന്നില്ല. അതോടുകൂടിയിട്ടാണ് ഇവരുടെ വീട്ടിലെ ജോലിക്കാരി അല്ലെങ്കിൽ വേലക്കാരി ഇവരുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. ആ ഒരു അവസരത്തിൽ ആ സ്ത്രീക്ക് അവിടെ കാണാൻ സാധിച്ചത് ഞെട്ടിക്കുന്നൊരു കാര്യമായിരുന്നു. മുറിയിൽ കൊർണേലിയ ബാൻഡി എന്ന് പറയുന്ന സ്ത്രീയില്ല. പകരമായിട്ട് അവിടെ അവർക്ക് കാണാൻ സാധിച്ചത് വലിയൊരു ചാരക്കൂമ്പാരമായിരുന്നു. അതിനടുത്തായിട്ട് കൊർണേലിയയുടേതെന്ന് തോന്നിപ്പിക്കുന്ന ശരീരത്തിൻ്റെ കത്തിക്കരിഞ്ഞ പോലുള്ള ചെറിയ ചില ഭാഗങ്ങൾ മാത്രം, ചില കാലിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ തലയോട്ടിയുടെ ചില ഭാഗങ്ങൾ, അത്രയും മാത്രമായിരുന്നു ആ മുറിയിൽ അവർക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, കൊർണേലിയയുടെ ബെഡിനോ അല്ലെങ്കിൽ ആ മുറിക്കകത്തുണ്ടായിരുന്ന മറ്റു ഫർണിച്ചറുകൾക്കോ ഒന്നും തന്നെ കാര്യമായ നിലയിലുള്ള ഒരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല. ഒട്ടും തന്നെ അതിനൊന്നും തീ പിടിച്ചിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ കൊർണേലിയയ്ക്ക് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അവർ ചാരമായി മാറിയത്? ഇവിടെ ആ കൂടെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നാമതായിട്ട് ആരെങ്കിലും ഇവരിവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവരെ കത്തിക്കരിച്ചിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ചാരം മാത്രമായിട്ട് ഉപേക്ഷിക്കണം. അതല്ല എങ്കിൽ രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവരുടെ ശരീരം ഈ മുറിക്കകത്ത് തന്നെ വെച്ചുകൊണ്ട് തീ പിടിക്കണം. പക്ഷേ അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും സമീപത്തുള്ള ഫർണിച്ചറുകൾക്കും ആ മുറിക്കൊക്കെ വലിയ തോതിൽ തന്നെ കേടുപാടുകൾ സംഭവിക്കേണ്ടതാണ്, തീപിടുത്തം നടക്കേണ്ടതാണ്. പക്ഷെ അത്തരമൊരു കാര്യം അവിടെ സംഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് കൊർണേലിയ ബാൻഡി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ സ്പോണ്ടേനിയസ്ലി ചാരമായി മാറിയത്, ഒരു ചാരക്കൂമ്പാരമായി മാറിയത്? ഉത്തരം കിട്ടാത്ത വലിയൊരു രഹസ്യമായി ഏറെക്കാലം ഈ സ്ത്രീയുടെ മരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ അവശേഷിച്ചിരുന്നു. പലർക്കും പറയാൻ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം തിയറികൾ ഉണ്ടായിരുന്നു. എങ്കിലും ഏറ്റവും ഒടുവിൽ ഗവേഷകർക്ക് കൃത്യമായിട്ട് കൊർണേലിയ എങ്ങനെയാണ് ചാരമായി മാറിയത് എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. വിക്ക് എഫക്റ്റ് ആയിരുന്നു അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണക്കാരൻ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും ഇവരുടെ ശരീരം സ്വയം കത്തി നശിക്കാനുള്ള സാധ്യതകളില്ല. പകരം തീ പടരുന്ന എന്തെങ്കിലും ഒരു വസ്തു ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നിരിക്കണം. ഉദാഹരണത്തിന് സിഗരറ്റ് പോലെ എന്തെങ്കിലും ഒന്ന്. കിടക്കുന്ന അവസരത്തിൽ സിഗരറ്റ് വലിച്ച് ചാഞ്ഞു കിടക്കുന്ന അവസരത്തിൽ ഇവർക്ക് പെട്ടെന്ന് വെച്ചുകൊണ്ട് സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ വന്നുകൊണ്ട് ഇവർ മരണപ്പെട്ടിരിക്കണം. പിന്നീട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റിൽ നിന്നുള്ള തീപ്പൊരികൾ ഇവരുടെ ശരീരത്തിലേക്ക്, ഇവരുടെ ഡ്രസ്സിലേക്ക് വീഴുന്നുണ്ട്. പതിയെ പതിയെ, വളരെ പതിയെ ആ ഒരു തീ ഇവരുടെ ഡ്രസ്സിലെമ്പാടുമായിട്ട് ഇങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് ഇവരുടെ തൊലിയിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ ഇവരുടെ ശരീരത്തിലുള്ള തൊലിയിലെ കൊഴുപ്പും മറ്റുമൊക്കെ ആയിട്ട് പൂർണ്ണമായിട്ടും അത് അങ്ങനെ പതിയെ കത്തിക്കരിയാൻ ആരംഭിക്കുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിക്ക് എഫക്റ്റ് ആണ്. അതായത് ഈ മെഴുകുതിരി അല്ലെങ്കിൽ തിരിയിട്ട വിളക്കൊക്കെ കത്തുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതുപോലെ തന്നെ വളരെ പതിയെ പതിയെ ഇവരുടെ ശരീരത്തിലെ കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ തീ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മണിക്കൂറുകളോളം അത്തരത്തിൽ കത്തി 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 ഏറ്റവും ഒടുവിൽ ഇവരുടെ ശരീരം വലിയൊരു ചാരക്കൂമ്പാരമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ശരീരം കത്തിയ നിലയിലേക്ക് മാറി വരികയായിരുന്നു. ഇതിപ്പോൾ കേൾക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്കൊക്കെ തന്നെ ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഗവേഷകർ ഈ ഒരു കാര്യം ഒരു പന്നിയുടെ ശരീരത്തിൽ പ്രത്യേകതരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ചുറ്റിയിട്ട് പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും സിഗരറ്റ് തന്നെയാണ് ഈ തീ പടരുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും വളരെ കൃത്യമായിട്ട് ഇവരുടെ ശരീരത്തിൽ സംഭവിച്ച അതേ രീതിയിൽ തന്നെ ആ പന്നിയുടെ ശരീരം പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്നുണ്ട്, ചാരമായി മാറുന്നുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ BCC ഒരു ഗവേഷണം നടത്തിയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് സെയിലിംഗ് റോക്സ് ആണ്. എക്കാലവും ശാസ്ത്ര ലോകത്തെ വലിയ അത്ഭുതമായിട്ട് അവശേഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു US-ലെ ഡെത്ത് വാലി നാഷണൽ പാർക്കിലെ പാറകൾ തനിയെ മീറ്ററുകളോളം നീങ്ങി പോകുന്നുണ്ട് എന്ന് പറയുന്നൊരു കാര്യം. അത് വളരെയധികം സമയമെടുത്തുകൊണ്ട് പതിയെ പതിയെ മില്ലിമീറ്ററുകളോളം മൂവ്മെൻറ്റ് മാത്രമേ ഈ പാറകൾക്ക് വരുന്നുള്ളൂ. അതങ്ങനെ മീറ്ററുകളോളം നീങ്ങി പോവാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് വളരെ ചെറിയ എന്തെങ്കിലും പാറകൾ ശക്തമായിട്ടുള്ള കാറ്റ് കാരണമായിട്ട് നീങ്ങുന്നതാകാം എന്നുള്ള നിലക്കൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ ഓരോ പാറകൾക്കും ഏറെക്കുറെ 200-300 കിലോഗ്രാം ഭാരം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പാറകൾ എങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തിലൂടെ നീങ്ങി പോകുന്നത് എന്ന് എക്കാലവും വലിയ അത്ഭുതമായിട്ട് അവശേഷിച്ചിരുന്നൊരു കാര്യമാണ്. ചുരുളഴിയാത്ത വലിയൊരു രഹസ്യം തന്നെയായിരുന്നു.
പറയുന്നത്. നമ്മൾ മുമ്പ് പല വീഡിയോകളിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. 1900കളുടെ തുടക്കം മുതൽക്കേ തന്നെ കൃത്യമായിട്ട് ഈ പാറകളുടെ മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോകളും വീഡിയോകളും നിരന്തരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി GPS മറ്റൊക്കെ ഉപയോഗിച്ചുള്ള ചില പഠനങ്ങൾ ഈ പാറകളുടെ മേൽ നടത്തിയപ്പോൾ കൃത്യമായിട്ട് ആ ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ ശാസ്ത്ര ലോകത്തിന് സാധിക്കുകയുണ്ടായി. പ്രത്യേക തരത്തിലുള്ള GPS സംവിധാനങ്ങളും മറ്റുമൊക്കെ ഡ്രില്ല് ചെയ്തിട്ട് ഈ പാറകളുടെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം അവർ സാധ്യമാക്കിയിട്ടുണ്ടായിരുന്നത്. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ ഒരു പ്രദേശത്തിൻ്റെ സ്വഭാവം കൊണ്ടാണ് ഈ ഒരു പാറകൾ ഇത്തരത്തിൽ നീങ്ങിപ്പോകുന്നത് എന്നൊരു കാര്യമാണ്. ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും വലിയ തോതിലുള്ള മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന, മഞ്ഞ് മൂടിക്കെടുക്കുന്ന, എന്നാൽ പിന്നീട് വെയിൽ വരുന്ന അവസരത്തിൽ അതൊക്കെ ഉരുകിയിട്ട് വെള്ളമായിട്ട് ഒലിച്ചു പോകുന്ന നിലയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണിത്. അതിനാലൊക്കെ തന്നെ ഈ പാറകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തും ഇതേ ഒരു കാര്യം ആവർത്തിക്കുന്നുണ്ട്. ഈ പാറകളുടെ അടിഭാഗത്തുള്ള മണ്ണും ഇതുപോലെ തന്നെ ഐസായിട്ട് മാറുന്നുണ്ട്. ചൂട് വരുന്ന അവസരത്തിൽ അത് പിന്നീട് വെള്ളമായിട്ട് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രതിഭാസം തുടരെ അവിടെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണമായിട്ടാണ് ഈ പാറകൾക്ക് പതിയെ ചെറിയ തോതിലുള്ള മൂവ്മെൻറ്റുകൾ സംഭവിക്കുന്നത്. ഒരുപാടധികം കാലം സമയമെടുക്കുമ്പോൾ ഒരുപാട് മീറ്ററുകളോളം പിന്നീട് ഈ ഒരു പാറകൾ നീങ്ങിയതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും കേൾക്കുമ്പോൾ വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഏറെക്കാലം വലിയ ചുരുളഴിയാതെ കിടന്ന ഒരു രഹസ്യം തന്നെയാണ് ഈ ഒരു പാറകളുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ കാര്യം ഡാൻസിങ് എപ്പിഡമിക് ആണ്. 1518 ഫ്രാൻസിൽ ഒരു കൂട്ടം ജനങ്ങൾ വലിയ തോതിൽ തന്നെ ആടി തിമിർത്ത് ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഏതാനും മണിക്കൂറുകളിലേക്കല്ല, ഏതാനും ദിവസങ്ങളിലേക്കല്ല, ആഴ്ചകളോളം 400-ലധികം വരുന്ന ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും പലരും അതിനിടക്ക് വലിയ തോതിൽ തന്നെ അവശരായിട്ട് മാറുന്നുണ്ട്, തളർന്നു വീഴുന്നുണ്ട്. ചില ആളുകളൊക്കെ തന്നെ തളർന്നു വീണ് മരണപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വകവെക്കാതെ ആളുകൾ അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു കാര്യവും വലിയ തോതിൽ തന്നെ ശാസ്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിയ കാര്യം തന്നെയായിരുന്നു. ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ പല കാലഘട്ടങ്ങളിലും പല ഭാഗങ്ങളിലും അരങ്ങേറിയിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ എല്ലാം മറന്നുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ ഇത്തരത്തിൽ ദിവസങ്ങളോളം ഡാൻസ് ചെയ്തുകൊണ്ടേയിരുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഡാൻസ് ചെയ്യാൻ ഇടയാക്കിയിട്ടുള്ള സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് പോയിസൺ ആയിരിക്കാം എന്നുള്ളതാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെയും ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരൊക്കെ തന്നെയും കഴിച്ചിട്ടുള്ള ബ്രെഡിലോ റൊട്ടിയിലോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗസ്, പ്രത്യേകിച്ച് തരത്തിലുള്ള കൂണുകൾ, സൈക്കഡലിക് ആയിട്ടുള്ള ചില ആക്ഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കൂണുകൾ ഉൾപ്പെട്ടത് കാരണമായിട്ടായിരിക്കാം ഇവരൊക്കെ തന്നെ എല്ലാം മറന്നുകൊണ്ട് ഡാൻസ് ചെയ്തിട്ടുള്ള എന്ന കാര്യമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഗവേഷകർ അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും തരത്തിലുള്ള കൂണുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം മറന്നുകൊണ്ട് നമ്മളിങ്ങനെ ഡാൻസ് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും ചില തരത്തിലുള്ള ഫംഗസുകൾക്ക്, ചില തരത്തിലുള്ള കൂണുകൾക്ക് നമ്മുടെ മനോനില പോലും പൂർണ്ണമായിട്ടും തെറ്റിക്കുന്ന നിലയിലേക്കുള്ള എബിലിറ്റീസിൻ്റെ തരത്തിലുള്ള കഴിവുകളുണ്ട്, അല്ലെങ്കിൽ സൈക്കഡലിക് എഫക്റ്റുകളൊക്കെ ഉണ്ട്. അതിനാലൊക്കെ തന്നെ ചില സൈക്കഡലിക് ഡ്രഗുകളായിട്ട് പോലും ഇത്തരത്തിലുള്ള കൂണുകളും മറ്റൊക്കെ ഏതായാലും ഉപയോഗിച്ച് വരാറുമുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 4ാമതായിട്ട് വരുന്നത് ആൻറ്റികേത്ര മെക്കാനിസമാണ്. ശാസ്ത്രത്തിന് ഉത്തരം ലഭിക്കാത്തൊരു കാര്യം എന്നുള്ള നിലക്കൊക്കെ മുമ്പ് പല വീഡിയോകളിലും നമ്മൾ പരാമർശിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒരു ആൻറ്റികേത്ര മെക്കാനിസം എന്ന് പറയുന്നത്. 1901 ആൻറ്റികൈത്രയുടെ സമീപത്ത് കടലിൽ സ്പോഞ്ച് മറ്റുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കടലിലേക്ക് ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്പോഞ്ച് ഡൈവേഴ്സിന് കടലിൻ്റെ അടിത്തട്ടിൽ വെച്ചുകൊണ്ട് തീർത്തും അപ്രതീക്ഷിതമായിട്ട് ചില പഴയകാല നിർമ്മിതികൾ ലഭിക്കുകയാണ്. ചില തരത്തിലുള്ള പാത്രങ്ങളും മറ്റുമൊക്കെ. കൂട്ടത്തിൽ അവർക്ക് പൽചക്രങ്ങളും മറ്റുമുള്ളൊരു പ്രത്യേക തരത്തിലുള്ളൊരു മെഷീൻ കൂടി ഈ കടലിനകത്ത് നിന്ന് കണ്ടെടുക്കാനായി. കൂടുതലായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനേറെക്കുറെ 2000-ഓളം വർഷം പഴക്കമുണ്ടായിരുന്നു. ആശ്ചര്യപ്പെടുത്തുന്ന വസ്തുത, ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ പൽചക്രങ്ങളും മറ്റുമൊക്കെയുള്ള ഈ ഒരു മെഷീൻ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് ആരാണ് ഉപയോഗിച്ചത്, എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിച്ചത് എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളായിരുന്നു. പലരും ഇതിനെ ഏലിയൻസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും മനുഷ്യർ ഇങ്ങനൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻ കണ്ടെത്താനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയില്ല. അതിനാൽ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്ന ചില ഏലിയനുകൾ ഉപേക്ഷിച്ച് പോയതായിരിക്കാം, കേടുവന്നത് കാരണമായിട്ട് ഒഴിവാക്കി പോയതായിരിക്കാം ഈ ഒരു ഡിവൈസ് എന്ന നിലക്കുള്ള വാദങ്ങൾ പോലും ഈ ഒരു ആൻറ്റികേത്ര മെക്കാനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി വന്നിട്ടുണ്ടായിരുന്നു. വലിയ ചുരുളഴിയാത്തൊരു രഹസ്യമായി കാലങ്ങളോളം ആൻറ്റികേത്ര മെക്കാനിസം അവശേഷിച്ചിട്ടുണ്ടായിരുന്നു.
ഉപയോഗിച്ചിരുന്നു. എന്തൊക്കെ തന്നെയായാലും ശാസ്ത്രം പുരോഗതി പ്രാപിച്ചപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് സ്കാനിങ്ങുകൾക്കും മറ്റുമൊക്കെ ഈ ഒരു ഡിവൈസിനെ അല്ലെങ്കിൽ ഈ ഒരു മെഷീനെ വിധേയമാക്കുകയാണ്. അതിൽ നിന്നും കൃത്യമായിട്ട് ഇത് ആരുടേതാണ്, എന്തിനു ഉപയോഗിച്ചിരുന്നതാണ്, ഇത് എങ്ങനെയാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായി. ആ കാര്യങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒന്നാമത്തെ കാര്യം ഗ്രീക്കുകാർ ഉപയോഗിച്ചിരുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു യന്ത്രമാണ്, ഒരു ഡിവൈസാണ് ഇത് എന്നൊരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിച്ചിരുന്നതെന്ന് നോക്കുമ്പോൾ ആകാശത്തിലെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗ്രഹങ്ങളുടെയും ഒക്കെ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഡിവൈസാണ് ഈ ഒരു ആൻറ്റികേത്ര മെക്കാനിസം എന്ന പേരിൽ വലിയ തോതിലൊരു രഹസ്യമായിട്ട് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത നിഗൂഢതയായിട്ട് അവശേഷിച്ചിരുന്നത് എന്ന് പറയുന്നൊരു കാര്യമാണ്. എന്തൊക്കെ തന്നെയായാലും അത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഒരു ഡിവൈസ് നിർമ്മിച്ചിരുന്നു, ഒരു മെക്കാനിസം ഉണ്ടാക്കിയിരുന്നു, അതിനു വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള പൽചക്രങ്ങളും മറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിട്ട് പോലും ഇത് മാറി വരുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമതായിട്ട് വരുന്നത് ആകാശത്തിൽ നിന്നും വലിയ തോതിൽ തന്നെ പെയ്യുന്ന മീൻ മഴയാണ്. നമ്മളിത് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണത്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരമൊരു കാര്യം സംഭവിക്കുന്നുണ്ട്, ഇത്തരമൊരു പ്രതിഭാസം അരങ്ങേറുന്നുണ്ട്. റോഡിലേക്കും വീടിൻ്റെ മുകളിലേക്കൊക്കെ വലിയ തോതിൽ തന്നെ മീനുകൾ മഴയായിട്ട് പെയ്യാറുണ്ട്. ആളുകൾ ആ മീനുകളൊക്കെ തന്നെ പിടിച്ചെടുക്കാറുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം അരങ്ങേറുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിൽ പഴയ കാലത്തൊക്കെ ആളുകൾ വിശ്വസിച്ചിരുന്നത് പാവപ്പെട്ട ആളുകൾക്ക് ദൈവം സമ്മാനമായിട്ട് നൽകുകയാണ് ഇത്തരം മീനുകളെ, അതും ആകാശത്തിൽ നിന്നും മീൻ മഴയായിട്ട് അവർക്ക് വേണ്ടിയിട്ട് സമ്മാനമായിട്ട് സമർപ്പിക്കുന്നതാണിത് എന്ന് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. ഏതായാലും സയൻറ്റിഫിക്കലി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള വാട്ടർ സ്പോർട്സ് ആണ്, അഥവാ കടലിൽ കാണപ്പെടുന്ന വലിയ ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റുകളാണ്. പ്രത്യേകിച്ച് ശക്തമായ കാറ്റും ചുഴലിക്കാറ്റും മഴയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള മീൻ മഴകളൊക്കെ തന്നെയും സംഭവിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ഈ വലിയ ചുഴലിക്കാറ്റുകൾ ശക്തമായ നിലയിൽ തന്നെ കടലിലെ വെള്ളത്തെ നേരെ മുകളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ കടൽ വെള്ളത്തോടൊപ്പം ചെറിയ ചെറിയ മത്സ്യങ്ങളും നേരെ മുകളിലേക്ക് എത്തുന്നുണ്ട്, മേഘങ്ങളിലേക്കും മറ്റുമൊക്കെ ആയിട്ട് എത്തിച്ചേരുന്നുണ്ട്. പിന്നീട് തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഒരു കാറ്റിൻ്റെ ഒക്കെ തീവ്രത കുറഞ്ഞ് പതിയെ പതിയെ ശാന്തമാകുന്ന അവസരത്തിൽ മീൻ മഴയായിട്ട് മുകളിലേക്ക് കയറിപ്പോയിട്ടുള്ള പൊങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന ഈ മീനുകളൊക്കെ തന്നെയും താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സത്യത്തിൽ മീൻ മഴയായിട്ട് അവിടെ സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള മഴകളുണ്ട്. ആസിഡ് മഴകളുണ്ട്, അതുപോലെ ചുവന്ന നിറത്തിലുള്ള മഴകളും മഞ്ഞ നിറത്തിലുള്ള മഴകൾ, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത നിറങ്ങളിൽ വ്യത്യസ്ത രീതികളിലായിട്ടൊക്കെ തന്നെയും നമ്മുടെ നാട്ടിൽ പോലും ഇത്തരത്തിലുള്ള മഴകൾ ഉണ്ടാകാറുണ്ട്. കേരളത്തിൽ പോലും ചുവന്ന നിറത്തിലുള്ള മഴയ്ക്ക് ഒരു കാലത്ത് പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ ചുരുളഴിച്ചതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ എനിക്കിപ്പോൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. കൂട്ടത്തിൽ ഏറ്റവും അധികം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം ഏതാണെന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു സ്പോണ്ടേനിയസ് ഹ്യൂമൻ കമ്പഷനും അതുപോലെ തന്നെ പാറകൾ നീങ്ങിപ്പോകുന്ന കാര്യവുമായി ബന്ധപ്പെട്ടതൊക്കെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.